മാന്യ പ്രേക്ഷകരെ, ഒരിക്കൽ കൂടെ കരുണനാഥം പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങൾക്ക് ഒരു സാക്ഷ്യം കേൾക്കാനായിട്ട് കഴിയും. സഹോദരൻ സജികുമാർ അവരുടെ ജീവിതത്തിൽ ദൈവം വരുത്തിയ ചില മാറ്റങ്ങളെയും ചില അത്ഭുതത്തെയും കുറിച്ച് അദ്ദേഹം നിങ്ങളോട് പറയുന്ന സാക്ഷ്യത്തെ നിങ്ങൾക്കിന്ന് കേൾക്കാനായിട്ട് സാധിക്കും. സജികുമാറിൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചു മാറ്റങ്ങൾ വരുത്തിയതുപോലെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ദൈവത്തിന് സാധിക്കും. ദൈവം ഇന്നലെയും ഇന്നും എന്നും അനന്യൻ തന്നെ. ഈ ഭൂമിയിലെ ഓരോ വ്യക്തികളും ദൈവത്തിന് പ്രാധാന്യമുള്ളവരാണ്. താങ്കളും ദൈവത്തിന് പ്രാധാന്യമുള്ളവരാണ്. ഒരുപക്ഷെ നിങ്ങൾ വളരെ ചെറുതാണെന്ന് തോന്നിയേക്കാം, നിങ്ങൾക്ക് ആയിരിക്കാം. പക്ഷേ ദൈവം തൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച മനുഷ്യരിൽ ഒരാളാണ് താങ്കൾ. അതുകൊണ്ട് നിങ്ങൾ ഓരോ വ്യക്തികളെയും ദൈവം അത്രത്തോളം ഇഷ്ടപ്പെടുന്നു. നിങ്ങൾക്കായി പ്രവർത്തിക്കാൻ യേശു കാത്തിരിക്കുന്നു. സജികുമാറിൻ്റെ ജീവിതത്തിൽ അത്ഭുതത്തെ ചെയ്ത ദൈവം ഇന്ന് ഈ സമയം നിങ്ങൾക്കായും പ്രവർത്തിപ്പാൻ ശക്തനാണ്. അതുകൊണ്ട് പ്രാർത്ഥനാപൂർവം വിശ്വാസത്തോടുകൂടെ ഈ സാക്ഷ്യം കേട്ടാലും ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്ന് ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എനിക്കും നിങ്ങളുടെ മധ്യത്തിൽ ഒരു എളിയ സാക്ഷിയായി നിൽപ്പാൻ ദൈവം ചെയ്ത കൃപയോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വം കരയറ്റുകയും ചെയ്യുന്നു. കഴിഞ്ഞകാല ജീവിതാനുഭവത്തിൽ എന്നെ വളരെ ദൈവം സഹായിച്ചു. ചീട്ടുകളികളും വെറുക്കൂത്തുകളും ഉത്സവ പറമ്പുകളിലെ വെറുക്കാഴ്ചകളുമായിരുന്നു എൻ്റെ ജീവിതാനുഭവം. പക്ഷേ വലിയവനായ ദൈവത്തിൻ്റെ കൃപയെന്ന് പറയട്ടെ, അത് എന്നിൽ നിന്നും മാറുവാൻ ദൈവം എന്നെ സഹായിച്ചു. മരണകരമായ പല അനുഭവങ്ങളും എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. പക്ഷേ വലിയവനായ ദൈവം അതിൽ നിന്നെല്ലാം എനിക്കൊരു വിടുതലും തന്നു. വലിയ കൃപകളും നന്മകളും തന്ന് ദൈവം എന്നെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ വലിയവനായ ദൈവം ഇന്നും ജീവിക്കുന്നു എന്നുള്ള സാക്ഷ്യം എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു ലജ്ജയുമില്ല. തുടർന്ന് ഞങ്ങൾ ആരാധനകളും കൂട്ടായ്മകളും പങ്കെടുക്കുകയും ചെയ്തു പോന്നു. ഞങ്ങളുടെ നാട്ടിലും ഒരു ആരാധനയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തു പോകുന്ന സമയത്തായിരുന്നു ജയലാൽ ബ്രദറിൻ്റെ ഭവനാങ്കണത്തിൽ ഒരു ആരാധന ഉള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞത്. ഞങ്ങളങ്ങനെ അവിടെ ആരാധനയ്ക്ക് കുടുംബമായി പോവുകയും പങ്കെടുക്കുകയും ചെയ്തു. എനിക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ 2 കൈക്കും ഒരു വേദന അനുഭവപ്പെട്ടു. ഭയങ്കരമായ ഒരു വേദനയായിരുന്നു. സഹിക്കാൻ പറ്റാത്ത വിധമായിരുന്നു ആ അനുഭവം. ദിവസങ്ങളും സമയങ്ങളും ചെല്ലും തോറും അത് കൂടുകയായിരുന്നു. ഞാൻ സഹോദരൻ ജയലാൽ ബ്രദറിനെ ഫോൺ വഴി വിളിക്കുകയും അദ്ദേഹം എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്തു. തുടർന്ന് ആ വേദന നിമിഷങ്ങൾ കഴിയും തോറും അത് എന്നിൽ നിന്നും അകന്നു മാറി പരിപൂർണ വിടുതലും സുഖവും അനുഭവിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. ഞങ്ങളിന്ന് കുടുംബമായ അവിടുത്തെ ആരാധനകളെല്ലാം പങ്കെടുക്കുകയും ദൈവികമായ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ഞങ്ങൾക്ക് ദൈവം തന്നു നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കുട്ടികൾക്കായുള്ള ഒരു പ്രോഗ്രാം നടന്നു വരികയാണ് എല്ലാ ശനിയാഴ്ചയും. ആ പ്രോഗ്രാമിൽ എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും പങ്കെടുക്കുകയും അവർ സന്തോഷകരമായ ഒരു ജീവിതം എൻ്റെ കുഞ്ഞുങ്ങൾക്കും അവിടെ അനുഭവിക്കുവാൻ ദൈവം സഹായിക്കുന്നു. ഇത്രയും നന്മകളും അനുഗ്രഹങ്ങളും ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തു. ഈ അനുഗ്രഹവും നന്മകളും നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലും ചെയ്യുമെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അത് എൻ്റെ അനുജൻ്റെ ഒരു ജീവിതാനുഭവം തന്നെ വെച്ച് ഞാൻ നിങ്ങളോടൊരു സാക്ഷ്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ അനുജൻ ഭയങ്കരകരമായ ഒരു മദ്യപാനിയായിരുന്നു. മദ്യം കഴിച്ച് മദ്യത്തിലെ വിഷം അവൻ്റെ വയറ്റിനകത്ത് ഉറങ്ങി അത് പഴുത്ത് ആശുപത്രി കൊണ്ടുപോയ സമയത്ത് ആശുപത്രിയിലെല്ലാം തിരിച്ചുവിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അവിടുത്തെ ഡോക്ടർമാർ മരിച്ചു പോകും എന്നുള്ള വിധിയെഴുത്തെല്ലാം ഞങ്ങളോട് പറഞ്ഞു. വളരെയധികം ഭാരം ഞങ്ങൾ അനുഭവിച്ചു. പക്ഷേ ആശുപത്രിക്കകത്ത് തന്നെ ഞങ്ങൾ വളരെയധികം വേദന അനുഭവിച്ച സമയങ്ങളുണ്ടായിരുന്നു. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നി, ഇവനെ ഞാൻ കൊണ്ടുവന്ന ജീവനോടെയായിരുന്നു, പക്ഷേ ഞാനിനി ഇവനെ മരിച്ചവനായിട്ടല്ലേ കൊണ്ടുപോകും എന്നുള്ള അവസ്ഥയെല്ലാം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. ആ ചിന്തകളെല്ലാം എന്നിൽ പെട്ടെന്ന് കടന്നു വരികയായിരുന്നു. പക്ഷേ വലിയവനായ ദൈവം ആ ചിന്തകളിൽ നിന്നെല്ലാം മാറ്റി ഞങ്ങൾ പെട്ടെന്ന് തന്നെ ജയലാൽ ബ്രദറിനെ ഫോൺ വഴി വിളിക്കുകയും അദ്ദേഹം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്തു. 4 ദിവസം ആശുപത്രിയിലായിരുന്നു. 5ാമത്തെ ദിവസം അവന് യാതൊരു കുഴപ്പവുമില്ല എന്ന് ഡോക്ടർമാർ തന്നെ തിരിച്ച് പറയുവാനുള്ള വാക്കുകൾ ഞങ്ങൾ കേട്ടു. ആ സന്തോഷകരമായ വാക്കുകളിലൂടെ ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ചു. ഇന്നും അവൻ സുഖത്തോടും ബലത്തോടും കൂടി ആരോഗ്യവനായി ഇന്നും ജീവിക്കുന്നു. ദൈവം അനുഗ്രഹങ്ങളും നന്മകളും അവൻ്റെ ജീവിതത്തിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവം ഇത്തരത്തോളം നന്മകളും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുന്ന ദൈവം നിങ്ങളുടെ ജീവിതത്തിലും സഹായിക്കും. നിങ്ങൾ ഏത് അവസ്ഥയിലായിരുന്നാലും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുകയും ചെയ്ത ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കും. ഇത്രയും നന്മകളും ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത വലിയവനായ ദൈവത്തിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത ഞാൻ നിർത്തുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധിയെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെതാകുന്ന അതുല്യമായ മാറ്റമില്ലാത്ത പ്രവൃത്തി ഇന്നും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു.
വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നത് ദൈവം ഇന്നലെയും ഇന്നും എന്നും അനന്യൻ തന്നെ എന്നാണ്. ഇന്നലെയും ഇന്നും എന്നും അനന്യൻ തന്നെ. കർത്തരായ യേശു ക്രിസ്തു നേற்றும் ഇന്നും എന്നും മാറാതവരായിരിക്കണം. He is an unchanging God. He is the same yesterday, today and forever. ദൈവം എന്നേക്കും അനന്യൻ തന്നെ എന്ന് വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നോക്കുക, ദൈവം അനന്യനായിരിക്കുന്നത് കൊണ്ട് അവൻ വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അത്ഭുതങ്ങൾ ചെയ്ത അതേ യേശു ഇന്നും അതിശയങ്ങളെ പ്രവർത്തിക്കുന്നു. മനുഷ്യന് സമൂലമായ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നു. ലോക ചരിത്രത്തെ ക്രിസ്തുവിന് മുമ്പെന്നും ക്രിസ്തുവിന് പിൻപെന്നും രണ്ടായി കീറിമുറിച്ച് ലോകത്തിൻ്റെ മധ്യത്തിൽ കേന്ദ്ര സ്ഥാനത്തിൽ കടന്നു വന്നവനായ കർത്താവായ യേശു ക്രിസ്തു ഒരു മനുഷ്യൻ്റെ ജീവിതത്തെയും രണ്ടായി മാറ്റിമറിക്കാൻ ശക്തനാണ്. ക്രിസ്തുവിന് മുൻപെന്നും ക്രിസ്തുവിന് പിൻപെന്നും. ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ക്രിസ്തു കടന്നു വരുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കാനായിട്ടിടയായിത്തീരും. ക്രിസ്തുവിന് മുമ്പുള്ളത് അവനൊരു ചരിത്രമായി തീരുകയാണ്, കഴിഞ്ഞകാല ജീവിതം. എന്നാൽ അതിൽ നിന്ന് ദൈവം അവന് ക്രിസ്തു ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരുമ്പോൾ രൂപാന്തരത്തിലേക്ക്, മാറ്റത്തിലേക്ക് വരുത്തുന്നു എന്ന് കാണാൻ സാധിക്കുന്നു. എബ്രായർക്ക് ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ദൈവം അനന്യൻ തന്നെ എന്നുള്ളത്. അപ്പോൾ കർത്താവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ക്രിസ്തുവിന് മുമ്പെന്നുള്ളത് ചരിത്രമായി മാറുകയാണ്. ക്രിസ്തു ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ക്രിസ്തുവിനോടൊപ്പം പിന്നെയുള്ള തൻ്റെ ജീവിതം മാറ്റമുള്ളതായി തീരുന്നു, മാറിപ്പോവുകയാണ്. കാരണം പഴയ ജീവിതത്തിൽ നിന്ന് പുതുമയിലേക്കുള്ള ഒരു മാറ്റം. അതുകൊണ്ട് തന്നെയാണ് കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി, സർവ്വവും പുതുതായി തീർന്നിരിക്കുന്നു. അപ്പോൾ ക്രിസ്തു ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ലോകചരിത്രം രണ്ടായി മാറിയതുപോലെ ഓരോ വ്യക്തികളുടെയും വ്യക്തിപരമായ ജീവിതങ്ങളും രണ്ടായി മാറുകയാണ്. ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ അങ്ങനെയുള്ള അനുഭവം പറയാനുണ്ട്. ക്രിസ്തുവിന് മുമ്പ് ഞങ്ങളുടെ ജീവിതമായിരുന്നത് വ്യത്യസ്തമായ ഒരു ഘട്ടത്തിൽ, എന്നാൽ യേശു എപ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്, ജീവിതത്തിലേക്ക്, കേന്ദ്ര സ്ഥാനത്തിലേക്ക് അവൻ വന്നുവോ അന്നു മുതൽ ജീവിതങ്ങൾ മാറ്റപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. യേശു ക്രിസ്തുവിൻ്റെ അന്ത്യ അത്താഴം വരച്ച ലിയോനാർഡോ ഡാവിഞ്ചിയുടെ ഒരു അനുഭവമാണ്. അത് നടന്ന സംഭവമാണ്. ഈ ദിവസങ്ങളിൽ അദ്ദേഹം വരച്ച വളരെയധികം പ്രശസ്തി ആർജിച്ച ആ അന്ത്യ അത്താഴം, ദ ലാസ്റ്റ് സപ്പർ എന്നുള്ള ആ ചിത്രം ഒരുപാട് വിവാദങ്ങൾക്ക് കാരണമായി. ഡാവിഞ്ചി കോഡ് എന്ന് പറഞ്ഞ ഒരു പുസ്തകം ഇറങ്ങി, അതിൻ്റെ പേരിൽ പലതരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ എന്ത് വിവാദങ്ങൾ ഉണ്ടായാലും ക്രിസ്തുവിൻ്റെ മാഹാത്മ്യത്തെ ഒന്നും അത് അല്പം പോലും ബാധിക്കുന്നില്ല. കാരണം ക്രിസ്തു തന്നെയാണ്. അവിടുന്ന് ദൈവമാണ്, രക്ഷകനാണ്, മാറ്റമില്ലാത്തവനാണ്. എന്നാൽ അതിപ്രശസ്തമായിട്ടുള്ള ആ ചിത്രം ഡാവിഞ്ചി വരയ്ക്കുന്ന സമയത്ത് ഒത്തിരി മാസങ്ങളും വർഷങ്ങളും എടുത്ത് വരച്ചുവെന്നാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം ഇത് മനോഹരമായിട്ട് വരയ്ക്കുമ്പോൾ ഒരുപാട് ചിന്തിച്ച്, ഒരുപാട് ആലോചിച്ച് താൻ വളരെ പ്രയത്നപ്പെട്ട് ആ ചിത്രം താൻ വരയ്ക്കുമ്പോൾ വലതുവശത്ത് യേശുക്രിസ്തുവിൻ്റെ വലതുവശത്ത് 6 ശിഷ്യന്മാർ, ഇടതുവശത്ത് 6 ശിഷ്യന്മാർ, മധ്യത്തിലായിട്ട് ക്രിസ്തുവിൻ്റെ പടവും വരച്ച ശേഷം യേശുക്രിസ്തു ഈ അന്ത്യത്താഴത്തിൻ്റെ ആ ചിത്രം വരയ്ക്കുന്ന ആ സമയം, അന്ത്യത്താഴത്തിൻ്റെ ചിത്രം താൻ വരയ്ക്കുമ്പോൾ യേശുക്രിസ്തു തൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരു വീഞ്ഞു പാത്രത്തെയും അദ്ദേഹം അതിൽ മനോഹരമായിട്ട് വരയ്ക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അതായത് അന്ത്യത്താഴ സമയത്ത് അപ്പവും വീഞ്ഞും എല്ലാവർക്കും കൊടുക്കുന്ന ആ ഭാഗം, അതാണല്ലോ തൻ്റെ മനസ്സിലുള്ള ഉള്ളത് ചിത്രത്തിലോട്ട് പകർത്തുന്നത്.